പാർട്ടിക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടാവുകയാണ്. ഇനി ടോപ്പ് ഹെഡ്സ്. നിലമ്പൂരിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം കളറാക്കി മുന്നണികൾ. റോഡ് ഷോയുമായി നിലമ്പൂരിനെ ഇളക്കിമറിച്ച സ്ഥാനാർത്ഥികൾ. കൊട്ടിക്കലാശത്തിൽ നിന്ന് വിട്ടുനിന്ന PV അൻവർ. നിലമ്പൂരിൽ ഇനി നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടെണ്ണൽ 23-ന്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് അന്നശ്ശേരിയിൽ വെള്ളക്കെട്ടിൽ വീണ 3 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് കുട്ലുവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഏലൂരിൽ മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ വിദ്യാർത്ഥിയടക്കം 2 പേർക്ക് പരിക്ക്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് നിന്നും വീടുകളിലേക്ക് ചെളിവെള്ളം കുത്തിയൊലിച്ചിറങ്ങി. എറണാകുളം ചെല്ലാനത്തും കണ്ണമാലിയിലും കടലേറ്റം രൂക്ഷം. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്ന് ഇറാനും ഇസ്രയേലും. ഇസ്രയേൽ ചാരസംഘടന മുസാദിന്റെ കേന്ദ്രം ആക്രമിച്ചെന്നു ഇറാൻ. ഇറാനിലെ ആണവ നിലയത്തിൽ നാശനഷ്ടമുണ്ടായതായി സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. നഥാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് കേടുപാടുകൾ. ഇസ്രയേലിന് G7 രാജ്യങ്ങളുടെ പിന്തുണ. ഇറാൻ മധ്യപൂർവേഷ്യയിൽ ഭീകരതയുടെ ഉറവിടമെന്നും G7. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഹോസ്റ്റലിലെ ബാൽക്കണികളിൽ നിന്നും താഴേക്ക് ചാടുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അലറി കരഞ്ഞുകൊണ്ട് തീപിടുത്തത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത് ദൃശ്യങ്ങളിൽ. കണ്ണൂർ അഴീക്കോട് തീരത്തെ വാൻഹായ് കപ്പൽ അപകടത്തിൽ കേസെടുത്തത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. കപ്പലുടമ, ഷിപ്പ് മാസ്റ്റർ, ജീവനക്കാർ എന്നിവർ പ്രതികൾ. നടപടി വടകര സ്വദേശി സുനീഷിന്റെ പരാതി. മാസപ്പടി കേസിൽ CBI അന്വേഷണം. ഹർജിയിൽ വിശദവാദത്തിന് ഹൈക്കോടതി. മറുപടി നൽകാൻ ഹർജിക്കാരന് 2 ആഴ്ച സമയം അനുവദിച്ചു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വാദം കേൾക്കാമെന്ന് കോടതി. എതിർകക്ഷികളിൽ ബാക്കിയുള്ളവർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശം. ആശാസമരം പൊളിക്കാൻ വീണ്ടും സർക്കാരിന് നീക്കം. ആശാപ്രവർത്തകർക്ക് നാളെ നിർബന്ധിത പരിശീലനം. മുഴുവൻ ആശാപ്രവർത്തകരും നാളെ പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന് NHM ഉത്തരവ്. പരിശീലനം നാളെ മഹാറാലി നടത്താനിരിക്കെ. കോഴിക്കോട് കോതി ബീച്ചിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച് കോർപ്പറേഷൻ. മുന്നറിയിപ്പില്ലാതെ കടകൾ ഒഴിപ്പിച്ചെന്ന് കച്ചവടക്കാർ. ലൈസൻസും മറ്റും രേഖകൾ ഉണ്ടായിട്ടും കച്ചവടക്കാരെ നീക്കി. സ്ഥലത്ത് സംഘർഷം. അനധികൃത കച്ചവടക്കാരെയാണ് ഒഴിപ്പിക്കുന്നതെന്ന് കോർപ്പറേഷൻ. 1 വർഷം മുന്നേ അറിയിച്ചതാണെന്നും കോർപ്പറേഷൻ. കന്യാകുമാരിയിൽ 8 വയസ്സുകാരിയെ ബന്ധു ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദനത്തിനിരയായത് അരുമന സ്വദേശി മതീഷ് വിനീഷ ദമ്പതികളുടെ മകൾ മിയ. കുട്ടിയെ മർദ്ദിച്ചത് മാതൃസഹോദരന്റെ ഭാര്യ. സാരമായി പരിക്കേറ്റ കുട്ടി കുഴുത്തുറൈ ആശുപത്രിയിൽ ചികിത്സയിൽ. കൊച്ചിയിൽ ഈ